നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായി അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസൻറ്റ് വിത്തിൻ മാൻ എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലുള്ള പെർഫെക്ഷന്, ഉള്ളിലുള്ള പെർഫെക്റ്റ് ക്യാരക്ടറിനെ മാനിഫെസ്റ്റ് ചെയ്യും. എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, സാജമാർഗത്തിലെ ഗുരുനാഥനായിട്ട് ആചാര്യജി മഹാരാജ് ക്യാരക്ടർ ഇസ് നത്തിങ് ബട്ട് പ്യുവർ ലവ് എന്നാണ് പറയുന്നത്. പരിശുദ്ധമായിട്ടുള്ള സ്നേഹം, അതാണ് ഈശ്വരൻ സ്നേഹമാണ് എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ നമ്മളെ സ്നേഹത്തിൽ ഉയർത്തുക. അപ്പോൾ സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ടുള്ള കമ്പാഷൻ അത് ലൈഫിൽ കൂടി വരണം. അതിനാണ് നമ്മൾ ബോധത്തിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ എക്സ്പാൻഷനാണ് ബോധത്തിൻ്റെ എക്സ്പാൻഷൻ. സ്നേഹമില്ലെങ്കിൽ നമുക്ക് ബോധമുണ്ടാവില്ല. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിവുണ്ടാവും. സ്നേഹമാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റും. ആദ്യം തന്നെ സ്നേഹിക്കുക. ഈ ഒരു കഴിവ് നമുക്ക് സംഭവിക്കണം, ഉണ്ടാവണം എഡ്യൂക്കേഷനിലൂടെ. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ നമ്മൾ സാധാരണ ഓബ്ജക്റ്റീവായിട്ടുള്ള ലേണിങ്ങാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. സ്കൂളുകളിൽ പഠിക്കുന്നു, അതുപോലെ തന്നെ ആ സ്കൂളിലുള്ള പെർഫോമൻസസിൻ്റെ മാർക്ക് കിട്ടുന്നു, പല സ്കിൽസും കാണിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കഥ എഴുതാനും ഉപന്യാസം എഴുതാനും എല്ലാം. അപ്പോൾ അങ്ങനെ ക്രമേണ ഒരു കുട്ടിയുടെ ക്രിയേറ്റീവ് ടാലൻറ്റ് വർദ്ധിക്കും. അതിനാണ് ശരിക്കും എഡ്യൂക്കേഷൻ. തത്തമ്മേ പൂച്ച എന്ന് ഉരുവിട്ടുകൊണ്ട് പുസ്തകത്തിൽ അതേ കാര്യങ്ങൾ എക്സാമിന് എഴുതുന്നതല്ല യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ.
അങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഒരാളുടെ കഴിവ് അളക്കുന്നത്. അത് മെമ്മറി പവർ മാത്രമേ അളക്കുന്നു. ഒരു കുട്ടി എത്രത്തോളം ക്രിയേറ്റീവായി എന്നെങ്ങനെയാണ് മനസ്സിലാകുന്നത്. എൻ്റെ ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരുമ്പോൾ, എൻ്റെ കമ്പാഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അവൻ എത്രത്തോളം റിസോഴ്സസ് ഫുള്ളാണ്. ഓരോ കാര്യങ്ങൾ പരിഹരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ എത്രത്തോളം ഹാർമോണിയസ് ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും. അതാണ് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ്റെ പ്രോഗ്രസിൻ്റെ ലക്ഷണം. അപ്പോൾ കുട്ടിക്ക് ഈ തരത്തിൽ ഉള്ളിൽ നിരീക്ഷിക്കാനൊരു കഴിവുണ്ടാവും. സെൽഫ് ഒബ്സർവേഷൻ. സഹജമാർഗത്തിൽ ഡയറി റൈറ്റിങ്ങിനെ കുറിച്ച് മാസ്റ്റേഴ്സ് എപ്പോഴും പറയാറുണ്ട്. ഒരു ഡയറി എപ്പോഴും കയ്യിൽ വേണം. സെൽഫ് ഒബ്സർവേഷൻ. നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽസ് എല്ലാം പുറത്തേക്കാണ്. നമുക്ക് പഠിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാൻ, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ ഗ്രഹണശക്തി വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഒരു ബാലൻസ് വരണം. അല്ലെങ്കിൽ ഗ്രഹണശക്തി വർദ്ധിക്കില്ല. നമ്മൾ നമ്മുടെ സങ്കുചിതമായിട്ടുള്ള മനസ്ഥിതിയിലെ കാര്യങ്ങൾ കാണുന്നു. പലതും പഠിക്കണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സ്വാർത്ഥമായിട്ടുള്ള കാര്യം. വലിയ തിയറീസ് ആയിരിക്കും, അറ്റോമിക് തിയറി ആയിരിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന ആറ്റം ബോംബ് ഉണ്ടാക്കാൻ. അപ്പോൾ ശരിക്കും ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാകും. അതിനാണ് സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ ഈ തരത്തിലൊരു സെൽഫ് ഒബ്സർവേഷനുള്ള കഴിവ് ആദ്യം മുതലേ സ്കൂളുകളിൽ ഉണ്ടാക്കണം. എന്താണ് നീ അനുഭവിക്കുന്നത്, എന്താണ് നീ ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു ലെസൺ വായിക്കുമ്പോൾ ആ ലെസൻ്റെ ഉള്ളിലുള്ള മൂല്യം അത് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അനുഭവം എന്തായിരുന്നു? അങ്ങനെയൊരു അവസരം നിങ്ങൾ ഓർത്തു നോക്കും ജീവിതത്തിൽ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ആമയും മുയലും തമ്മിലുള്ള പന്തയത്തിൻ്റെ കഥയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുറമേയുള്ള ഈ ഓട്ടപ്പന്തയത്തിൽ പലപ്പോഴും ഉറങ്ങിപ്പോകും. പക്ഷേ ഉള്ളിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആവുന്നുണ്ട്. അതാണ് ആമ ജയിച്ചു എന്ന് പറയുന്നത്. എല്ലാ കഥകളിലും ഈ തരത്തിലുള്ള ആഴത്തിലുള്ള മൂല്യങ്ങളുണ്ട്. അപ്പോൾ ഒബ്സർവേഷൻ സ്കിൽസ്, പുറമേ പഠിക്കുന്ന പാഠങ്ങളിൽ ഉള്ളിൽ എത്രത്തോളം ഇൻവൈവ് ചെയ്യുന്നു എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കവിതകളുണ്ട്. ഹിന്ദിയിൽ ഞങ്ങൾ സുഭദ്രാകുമാരി ചൗഹാൻ്റെ മാ കഹേ കഹാനി എന്നൊരു കവിതയുണ്ട്. ഒരു ഉദാഹരണം പറയണം. യശോധര മകനായിട്ട് രാഹുലിനും തൻ്റെ അച്ഛനായിട്ട് സിദ്ധാർത്ഥൻ്റെ കഥ പറയുന്നു. ഒരു അരയന്നം ഈ സിദ്ധാർത്ഥൻ്റെ കസിൻ ബ്രദർ അമ്പയിൽ വിളിക്കുകയാണ്. സിദ്ധാർത്ഥൻ ഈ അരയന്നത്തെ മുറിവൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഈ ചോദ്യം വരികയാണ്, ഹംസ് കിസ്ക. കസിൻ ബ്രദർ വന്നിട്ട് ഞാനാണ് അതിന് അമ്പയിൽ വിളിച്ചത്, അതുകൊണ്ട് എൻ്റെയാണ് ഈ അരയന്ന. അപ്പോൾ സിദ്ധാർത്ഥൻ പറയില്ല, ഞാനാണ് രക്ഷിച്ചത്. അപ്പോൾ കുട്ടിയോട് അമ്മ ചോദിക്കുകയാണ്, യശോധര ചോദിക്കുകയാണ്, ആരുടെയാണ്? അപ്പോൾ രക്ഷകൻ്റെയാണ് ഹംസം. അപ്പോൾ സിദ്ധാർത്ഥന് എന്തിനു വേണം, കൊടുക്കണം എന്നാണ് മകൻ പറഞ്ഞത്. എന്തൊരു എന്താ മൂല്യം നിറഞ്ഞ ഒരു പോയമാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മളത് അവതരിപ്പിക്കണം. നമ്മൾ പുറമേ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഉള്ളിലുള്ള കമ്പാഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു കവിത പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കഥ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കും. കെമിസ്ട്രിയിൽ കാർബൺ ആറ്റത്തിൻ്റെ സ്വഭാവം, കാർബണിൻ്റെ ഹ്യൂമിഡിറ്റി, കാർബണിൻ്റെ അനോണിമിറ്റി, സർവ്വവ്യാപിത്വം, ഷെയറിങ് ക്വാളിറ്റി. കോവാലൻ ബോണ്ടിൽ കാർബൺ എപ്പോഴും ഷെയർ ചെയ്യുന്നു. എപ്പോഴും ഷെയറിങ്ങിന് കാർബണ് താല്പര്യമുണ്ട്. കോവാലൻ ബോണ്ട്സാണ് എത്ര വേണമെങ്കിലും ആറ്റംസായിട്ട് ഷെയർ ചെയ്യും. വലിയ വലിയ ചെയിൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് കാർബൺ മാത്രം ഒരു കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഒറ്റ എലിമെൻറ്റ് ബാക്കി എല്ലാ എലിമെൻറ്റിനേക്കാളും അധികം കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള കഴിയും. എന്തുകൊണ്ടാണ് കാർബണിൻ്റെ ഈ ഷെയറിങ് ക്വാളിറ്റി വേണം. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് കുട്ടികളിൽ മൂല്യങ്ങളുടെ ബോധം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ സെൽഫ് ഒബ്സർവേഷനിലൂടെ അവർക്ക് ആന്തരികമായിട്ടൊരു വളർച്ചയുണ്ടാവും. ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാനുള്ള കഴിവ് ഒരു കുട്ടിക്കുണ്ടാവണം. ആ ഡയറിയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അവർ പറ്റുന്ന ഭാഷയിൽ കുട്ടിക്കാലത്ത് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വലുതാകുമ്പോൾ ഇത് വളരെ വളരെ എളുപ്പമാവും. വലുതാകുമ്പോൾ കൂടി ഡയറി എഴുതാൻ പറയുമ്പോൾ മടിക്കുന്ന ആൾക്കാരാണ്, പേടിയാണ്. ഇതൊക്കെ എഴുതി വെച്ചാൽ ആരെയും വായിച്ചാലും ആരും വായിക്കാമല്ലോ, നമുക്ക് തന്നെ മനസ്സിലാവാനുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഡയറി എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു ഞാൻ മാറിയെന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള മാറ്റങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ് അത് എഡ്യൂക്കേഷനിൽ നമ്മൾ ഉണ്ടാക്കാൻ
നമ്മൾ അതിൽ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, സിലബസിൻ്റെ ഒരു ഭാഗമാക്കി ഇത് മാറ്റണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.